ഒരു കൊല്ലം പോയ പോക്കേ. കഴിഞ്ഞ കൊല്ലത്തും നമ്മുടെ പല ഡിസിഷൻസും പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോയേട്ടാ. നടന്നാ പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള്. ഈ കണ്ടോ, കൊല്ലം നമ്മള് പൊളിക്കും. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് പോസിറ്റീവാടാ. തന്തി തലയില്ലാത്ത പെങ്കൊച്ചിന് പിന്നെ ഞാനല്ലാതെ നിന്റെ ആംഗള മരം കയറി മണകുണാഞ്ച് വന്ന് കെട്ടിക്കൂടി. അവ കൊടുത്തോണ്ട് പറഞ്ഞതല്ല, നമ്മുടെ മാധുവിന്റെ കാര്യം ആലോചിച്ചോണ്ട് പറഞ്ഞത്. ചെമ്മീൻ തൊണ്ട് കളഞ്ഞ പോലത്തെ ഈ മുതലിന് അടുത്ത ഞായറാഴ്ച ഉള്ള കല്യാണം. എപ്പോഴും കളിക്കാണ്ടേ വീട്ടില് ചെറിയ 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 പണികൾ ചെയ്യട്ടാ. ഇപ്പഴേ പണികൾ പഠിച്ചാലേ വലുതാൻ പറയുള്ള കെട്ടിച്ച് വന്നതല്ലേ. ഞാൻ എന്റെ അച്ഛന്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിച്ചോളാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? അച്ഛനല്ലേ ഈ വീട്ടിൽ എല്ലാ പണികളും ചെയ്യണം. അച്ഛനെ പോലത്തെ ഒരാളെ കിട്ടിയാൽ മതി. ഈ മാറാലൊന്നും എടുത്തരും, എന്റെ കൈ എത്തുന്നില്ല. പ്ലീസ് അതണ്ട് എടുത്തോ. എനിക്ക് എത്തുന്നില്ല, എന്റെ കയ്യിന് നീളല്ലാഞ്ഞിട്ടാണേ. നാവോണ്ട് എടുത്ത നാവ് നല്ല നീളല്ല എന്റെ. ഞാൻ സാരി എടുത്തു വരുമ്പോ നീ എന്തെന്നാ പറഞ്ഞത്? ഞാൻ ആരാണ് പൊത്തുനിന്ന് ഇറങ്ങി വരുന്ന നത്തോ? നീ പറഞ്ഞു എന്നെ അപ്പൊ തവളാന്ന് വിളിച്ചതോ? തവളാന്ന് ആര് വിളിച്ചു? ചേച്ചി വിളിച്ചത് കണക്കായി പോയി. അപ്പൊ പിന്നെ നത്തിനെ വിളിച്ചത് കണക്കായി പോയി. അപ്പൊ നീ ഞാനെന്തല്ലോ സ്വപ്നം കണ്ടോടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ മനസ്സിലായി. ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ, ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക്, ഇത്രയും വല്ല ഇയറിങ്സ്, ഇങ്ങനെ കണ്ണെഴുതരുത്, ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ നിൽക്കരുത്. അവരോടൊക്കെ പോകാൻ പറയൂ. എന്റെ സൗന്ദര്യം എന്റെ അവകാശമാണ്. പുതിയ ലാക്സ്. 18 വർഷത്തെ നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയരഹസ്യം എന്താണ്? ഞങ്ങള് ഇതങ്ങനെ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങളിത് ഷെയർ ചെയ്യുന്നത്. ഞങ്ങള് കല്യാണം കഴിച്ച ആ ദിവസം തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ, വലിയ തീരുമാനങ്ങൾ വന്നാലും അത് ചേട്ടൻ തീരുമാനം എടുക്കും. എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിന്റെ തീരുമാനം ഞാൻ എടുക്കും. അങ്ങനെ ഈ 18 വർഷത്തിന്റെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഓരോ തീരുമാനങ്ങൾ വരുമ്പോഴും ഞാൻ ചോദിക്കും, മോളെ ഇതൊരു വലിയ തീരുമാനമാണോ അതോ ചെറിയ തീരുമാനമാണോ? അപ്പോൾ അവള് പറയും, ഇല്ല ചേട്ടാ ഇതൊരു വളരെ ചെറിയ തീരുമാനമാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതം ഞങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടു. நீங்க 10 பேரு, நாங்க 2 பேரு. யார் வெளில போறாங்கன்னு பாக்கலாமா? ஏய், கதவை லாக் பண்றா. ஏய் டபிள்யூடா. டேய் எம்டா. டபிள்யூடா. எம்டா. ஏய் டபிள்யூடா. டேய் எம்டா. கண்ணு தெரியாத முண்டோ இங்க வந்து பாரு. ஏய் எம்டா. டேய் டபிள்யூடா. எம்டா. டபிள்யூடா. எம்டா. டபிள்யூடா. எம். டபிள்யூ. உன்கிட்ட பேசி ஜெயிக்க முடியாது, வா போலாம். இங்க பாரு, ரோட்ல எவனோ 9 வரைஞ்சு வச்சிருக்கான். டேய் 6டா. 9 6 9 6டா. 9 6டா. 9டா. 6டா. 9டா. 6டா. தொடர்ந்து பாரு 9. കീരി കീറിയെങ്കിൽ തയ്ക്കണം. അതല്ല എന്റെ പേരാ കീരി രാഘവൻ. എന്റെ പേര് കേട്ട കട്ടപ്പന കിടുകിട വിറയ്ക്കും. രാഘവനെന്നല്ലേ പേര്, അല്ലാതെ ഐസ് കേട്ടേന്നല്ല. നോക്കിയെന്ന് എനിക്ക് ഫോണിൽ ഒന്നും കാണാൻ പറ്റണില്ല, ഒക്കെ മങ്ങിയിട്ടാ കാണുന്നത്. 24 മണിക്കൂർ ഈ ഫോൺ കാണില്ലല്ലേ നിന്റെ പണി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്റെ കണ്ണ് പോയിന്ന്. ആവോ, ഇപ്പഴാ സമാധാനായത്. ഞാനും വിചാരിച്ച എന്റെ ഫോണ് കംപ്ലൈന്റ് ആയിന്ന്. എന്റെ അടുത്ത വീട്ടിലെ മറ്റേ തരിയുടെ സാബുല്ലേ, അവൻ എന്നെ ഇന്നലെ ചാറ്റ് ചെയ്തിരി. ഉമ്മ തരുമെന്ന് എന്റെ അടുത്ത്. ഞാനെന്നാ ഒരു മെസ്സേജ് അങ്ങനെ അവനോട് അയച്ചു കൊടുത്തു. എവിടെ നോക്കട്ടെ. ചേട്ടാ തരാം, ആരും അറിയരുത്. ഞാൻ അങ്ങനെയല്ല എഴുതിയത്, പിന്നെ ചെറ്റത്തരം കാണിക്കരുതെന്ന് എഴുതിയത്. നിങ്ങൾക്ക് നാണെന്ന് പറഞ്ഞതുണ്ടോ? നാണം. ഈ പരിസരത്തോട്ടൊന്ന് നോക്കിക്കേ, എന്തോരാണുങ്ങൾ പണിക്ക് പോയി അവരുടെ കുടുംബം നോക്കണ്ട്. കഴുതകള് ചേറ്റകള്. അതെ, പെണ്ണുങ്ങളെ വീട്ടിൽ ഇങ്ങനെ അടക്കി ഒതുക്കി ഇരുന്ന മൂരാച്ചല്ല സത്യശീലൻ. അത് നാട്ടുകാർക്കൊക്കെ അറിയാം.
ഒരു കപ്പിൽ പാല് മറ്റൊന്നിൽ ചേർക്കൂ, മധുരമൽപ്പം ചേർക്കൂ, പിന്നെ മിക്സ് തുടങ്ങൂ. നേടൂ മികച്ച കോഫി ടേസ്റ്റ് ചെയ്യൂ. ടേസ്റ്റ് കൂടിട്ടത്. ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോൾ അവന്റെ ഒരു കഥാപ്രസംഗം. ഈ ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പരട്ടെ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ വലതുകാലം വെച്ച് അടുക്കളയിൽ കയറിയപ്പം അമ്മായിയമ്മ അരി വടിച്ചോണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടുടനെ, അയ്യോ മോൾ ഇത്ര നേരത്തെ എണീറ്റാ, മക്കൾ ഈ കഞ്ഞിക്കല്ലോ ഒന്ന് പിടി, അമ്മ ടാങ്ക് നിറഞ്ഞാ നോക്കട്ടെന്ന് പറഞ്ഞോണ്ട് പോയതാണ്. എന്റെ ഇളയ ചെറുക്കൻ ഇപ്പൊ 4 വയസ്സായി. ഞാൻ ഇപ്പോഴും ആ കഞ്ഞിക്കലം പിടിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അശ്വതി ഭർത്താവൻ പോണ്. ആ കണ്ട്. അവളെ ഭർത്താവേ ആകാശത്തും തറയിലും വെക്കാതെയാണ് അവളെ കൊണ്ടു കിടക്കണത്. ആ അതറിയാം. നിങ്ങളാണെങ്കിലും കൊണ്ടു കിടക്കൂ. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാമോ? അപ്പൊ അല്ല അവള് പറയണ അവളെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കൂന്ന്. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു, ബാക്കി 35 രൂപയുടെ ഐറ്റംസ് കയറ്റിക്കൊണ്ടിരിക്കണം. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാറ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി. ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത് ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ? എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണമെന്ന്. ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഏതൊരു കുടുംബത്തിന്റെ തലയാണ് ഭർത്താവ്. ഭർത്താവ് തലയൊക്കെ ആയിരിക്കും, പക്ഷെ ഭാര്യ എന്താണെന്നറിയോ? കഴുത്ത്. ആ കഴുത്തിന്റെ മുകളിലാണല്ലോ തല. കഴുത്തിന്റെ മുകളിലാണ് തല, പക്ഷെ കഴുത്ത് തീരുമാനിക്കും തല ഇങ്ങോട്ട് തിരിക്കണം. കൂട്ടുകാരെ വിളിക്കുന്നു. ആര്? ലോലം ബത്തേരി. ലോലം ബത്തേരിയോ? ലോലം ബത്തേരി. അങ്ങനെ ഒരു കൂട്ടുകാരെ എനിക്കില്ലല്ലോ. ഇതാണ്ട് എഴുതി കാണിക്കുന്നു ലോലം ബത്തേരി. ഇതാണ് അവിടെ ലോലം ബത്തേരി. എടാ ഇത് ലോ ബാറ്ററി. ബാറ്ററിക്ക് നടക്കുന്ന വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത് വായി നോക്കി. കണ്ണുണ്ടോ തനിക്ക്? ഇത് പബ്ലിക് പ്ലേസാ, തറയെ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ വിളിച്ചേ? പൊട്ടക്കണ്ണൻ. ഒന്നുകൂടി വിളിക്കടി. പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കടി. പൊട്ടക്കണ്ണൻ. ഹലോ, ഒരു മീഡിയം ചീസ് പിസ്സ വേണമായിരുന്നേ. ആ അതെ അതെ അതെ. പിന്നെ അത് 4 പീസാക്കി കട്ട് ചെയ്താൽ മതി കേട്ടോ, 8 പീസാക്കണ്ട. ആ ഓക്കെ, ഇപ്പൊ വരുവോ? ഓക്കെ ഓക്കെ, താങ്ക് യു. നീ എന്നെ 4 പീസാക്കാൻ പറഞ്ഞ? ഞാൻ ഡയറ്റ് അല്ലേ, അതുകൊണ്ട് 8 പീസൊക്കെ കഴിക്കാൻ പറ്റുമോ? ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. ഫീസ് എടുക്കാനേ 1000 രൂപ കടം തരുമോ? ഫീസ് എടുക്കാനേ 1000 രൂപ കടം തരുമോന്ന് എന്ത് ചോദിച്ചാലും